പിയെ കുറിച്ച് ശ്രീ ബഷീർ വള്ളിക്കൂത്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഓടിപ്പോകും. കാരണം അദ്ദേഹത്തിന് തന്നെ ബോധ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബോധം കെട്ടു. അദ്ദേഹം ഇറക്കിയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ഇറക്കിയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇറക്കിയ പോസ്റ്റാണ് MP ഫണ്ടിന്റെ വിനിയോഗത്തെ കുറിച്ച്. അതാണല്ലോ MP ആദ്യത്തെ പ്രവർത്തനം. അദ്ദേഹം പറയുന്നത് 5 വർഷം കൊണ്ട് ആകെ കിട്ടിയ MP ഫണ്ട് 17 കോടി രൂപ. മുൻ MPയുടെ സ്പിൽ ഓവറിൽ കിട്ടിയത് 2.5, അങ്ങനെ 19.5 കോടി രൂപ കിട്ടി. ചെലവഴിച്ചത് 11 കോടി രൂപ. 11 കോടി രൂപ ചെലവഴിച്ചത്. ഇനിയോ ചെലവഴിക്കാനുള്ളത് 8.5 കോടി രൂപ. നിങ്ങൾ നോക്ക്, 19.5 കോടി രൂപ കിട്ടിയിട്ട് ഇനിയും 8.5 കോടി രൂപ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. പഴയ MPക്ക് കരുണാകരന്റെ കാലത്ത് കൊടുത്ത പദ്ധതികളിൽ 2.5 കോടിയെ ചെലവഴിക്കാതിരുന്നിട്ടുള്ളൂ. അതാണ് ഇവർക്ക് കൂട്ടിയിട്ട് 19.5 കോടി ആക്കിയത്. ഇപ്പോൾ 5 വർഷം കിട്ടി, 19.5 കോടി കിട്ടി. അതിൽ 8.5 കോടിയും ചെലവഴിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നതല്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ഫോട്ടോ വെച്ചിട്ട് ഇറക്കിയ പോസ്റ്ററിലുള്ളതാ. അദ്ദേഹം ഇറക്കിയിട്ടുള്ളതാണ്. മാർച്ച് 31-നകം ചെലവഴിക്കാൻ കഴിയില്ല. പക്ഷേ മാർച്ച് 31-നകം ചെലവഴിക്കാൻ കഴിയില്ല. മാർച്ച് 1-ാം വാരത്തിലോ മാർച്ച് 2-ാം വാരത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നാൽ പെരുമാറ്റച്ചട്ടം വന്നു. പിന്നെ ഒരു ഉറുപ്പിക ചെലവഴിക്കാൻ കഴിയില്ല. പിന്നെ എപ്പോ ചെലവഴിക്കാൻ കഴിയുന്ന പറഞ്ഞ് 2 ഡിബേറ്റിന്റെ കാര്യത്തിൽ കേരളത്തിലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സഹപ്രവർത്തകരായ മറ്റ് MP-മാർ പാർലമെന്റിൽ ഡിബേറ്റിൽ പങ്കെടുത്തതിന്റെ സംസ്ഥാന ശരാശരി 76%. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ശതമാനം 49.5 ചോദ്യങ്ങൾ ഉന്നയിച്ചത്. P കരുണാകരൻ 5 വർഷം കൊണ്ട് 375 ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പാർലമെന്റിൽ 210 ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ണിത്താൻ്റെത്. 8 സ്വകാര്യ ബില്ലുകൾ, പ്രൈവറ്റ് ബില്ലുകൾ P കരുണാകരൻ അനുവദിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രൈവറ്റ് ബില്ലിന്റെ കാര്യത്തിൽ വട്ടപൂജ്യമാണ്. ഇതൊക്കെ ലോക്സഭയുടെ സൈറ്റിലുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ഈ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള വ്യാജ പ്രസ്താവനകളോ കള്ളക്കണക്കുകളോ അല്ല. MP ഫണ്ടിന്റെ ചെലവ് കാസർകോട്ടെ പ്ലാനിംഗ് ഓഫീസിൽ നിങ്ങൾക്ക് ലഭിക്കും. പാർലമെന്റിലെ പെർഫോമൻസിന്റെ കണക്ക് ലോക്സഭയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നൽകും. അങ്ങനെ തീർത്തും പരാജയപ്പെട്ട ഒരാളായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ